ഗ്രാമർ സീരീസിൻ്റെ ഒന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ജുംല മുഫീദ എന്നുള്ളതാണ്. ജുംല മുഫീദ എന്ന് പറഞ്ഞാൽ അതായത് പൂർണ്ണാർത്ഥം നൽകുന്ന ഒരു സെൻറ്റൻസിനെയാണ് നമ്മൾ ജുംല മുഫീദ എന്ന് പറയാം. അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അവൻ റോഡിലൂടെ നടക്കുന്നു, അതൊരു പൂർണ്ണാർത്ഥമുള്ള ജുംലയാണ്. അവൻ ഒരു ആപ്പിൾ തിന്നുന്നു, അതൊരു പൂർണ്ണാർത്ഥമുള്ള ജുംലയാണ്. എന്നാൽ അവളെ കണ്ടപ്പോൾ അതെന്താണ്, ഈ ജുംല എന്താണ്, അതൊരു പൂർണ്ണാർത്ഥമുള്ള ജുംലയാണോ? അല്ല. കാരണം അതിനൊരു പൂർണ്ണമായിട്ടുള്ളൊരു ആശയം നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ ഒരു നോക്കുകയാണെങ്കിൽ ഈ ഒരു കളിസ്ഥലം ആയിരുന്നു, കളിസ്ഥലമായിരുന്നു പറഞ്ഞാൽ അത് ഫുള്ളായിട്ടില്ല. കളിസ്ഥലം എന്തായിരുന്നു, വിശാലമായിരുന്നു, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും സെൻറ്റൻസ് പൂർണ്ണമാവുള്ളൂ. അതുപോലെ തന്നെ ഫിസൊഫി, ക്ലാസ്സിലുണ്ട്, ക്ലാസ്സിൽ എന്തുണ്ട്, കുട്ടിയുണ്ടോ, ക്ലാസ് ഉണ്ടോ, എന്താണ് ഉള്ളത് എന്ന് പറയണില്ല. അപ്പോൾ ആ ഒരു സെൻറ്റൻസുകളൊന്നും പൂർണ്ണമല്ല. അപ്പോൾ പൂർണ്ണമായിട്ടുള്ള ഒരു സെൻറ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ജുംല മുഫീദ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അൽ ബുസ്താനു ജമീലുൻ, പൂന്തോട്ടം ഭംഗിയുള്ളതാണ്. അതുപോലെ തന്നെ മൽഅബുൻ വാസിഉൻ, കളിസ്ഥലം വിശാലമാണ്. അൽ ബിന്തു ജമീലത്തുൻ, പെൺകുട്ടി ഭംഗിയുള്ളവളാണ്. ഈ സെൻറ്റൻസൊക്കെ ഒന്ന് നോക്കി, ഈ സെൻറ്റൻസൊക്കെ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ ഒരു പൂർണ്ണ അർത്ഥം നൽകുന്ന ഒരു സെൻറ്റൻസുകളാണ്. അപ്പോൾ ഇത്തരത്തിൽ പൂർണ്ണ അർത്ഥം നൽകുന്ന സെൻറ്റൻസുകളെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ഈ ഒരു ജുംല മുഫീദ എന്ന് പറയാം. ഓക്കെ, ഈ ഒരു ജുംല മുഫീദക്ക് വേറൊരു പേര് നമ്മൾ പറയും, കലാം എന്നുള്ള പേര് നമ്മൾ പറയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം.